Thank you, thank you. What is the word that? Oh, thank you. സാമ്പിയയിലെ മുക്കിനി വില്ലേജിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. മുക്കിനി വില്ലേജിൽ പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നക്കാരനായ ചീഫിനെ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്നാണ് ഇപ്പോൾ ഈ ലേഡി പറഞ്ഞു തരുന്നത്. ആ ചീഫിൻ്റെ മക്കളിൽ ഒരാൾ മരിച്ച സമയത്ത് ചീഫിനെ മകൻ്റെ ശവകുടീരം കാണിക്കാനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ജനങ്ങൾ അദ്ദേഹത്തെ ആ ശവകുടീരത്തിലേക്ക് തള്ളിയിടുകയും ജീവനോടെ കുഴിച്ചിടുകയാണ് ഉണ്ടായത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ശവകുടീരത്തിൻ്റെ അവിടുന്ന് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ ചീഫിനെ ട്രഡീഷണൽ വേയിൽ കുഴിച്ചിട്ടു എന്നാണ് ജനങ്ങൾ പറയുകയുണ്ടായത്. അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആരെങ്കിലും മരിച്ചാൽ അവരെ കുഴിച്ചിടുന്ന സമയത്ത് ശ്മശാനത്തിലേക്ക് ചീഫ്മാരാരും പോകാറില്ല എന്നാണ് ഇവർ പറയുന്നത്. മുക്കുനി വില്ലേജിലെ വേറൊരു ഫാമിലിയെ കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. കോഴിക്ക് കൊടുക്കാനുള്ള തീറ്റ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചോളം പൊടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ട്രഡീഷണൽ വേയിൽ ഇങ്ങനെയാണ് അവരത് ചെയ്യുന്നത്. കോഴിത്തീറ്റ ഉണ്ടാക്കാൻ മാത്രമല്ല ചോളം ഇങ്ങനെ ഇടിച്ചിടിച്ചിട്ടാണ് അതിൻ്റെ തൊലി കളയുന്നതും. അത് ഉപയോഗിച്ചിട്ട് സാമ്പ് എന്ന് പറഞ്ഞുള്ള ഒരു ഡിഷ് ഇവരുണ്ടാക്കും. സൗത്ത് ആഫ്രിക്കൻ അല്ലെങ്കിൽ സദേൺ ആഫ്രിക്കയിലെ ഒരു പോപ്പുലർ ഡിഷാണ് ഈ സാമ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഫാമിലി താമസിക്കുന്ന വീടിൻ്റെ കോമ്പൗണ്ടും പരിസരമൊക്കെ. അങ്ങനെ അവിടുന്ന് വില്ലേജിലത്തെ മറ്റ് കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ. ഇത് പന്നികളെ വളർത്തുന്ന ഒരു സ്ഥലമാണ്. Yes, exactly. ഈ വില്ലേജിലെ ഒരു ധാന്യപ്പുരയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ചോളവും മറ്റ് ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റോറേജ് പ്ലേസ് ആണിത്. ചെതിലൊന്നും വരാത്ത വിധം ഗ്രൗണ്ടിന് മുകളിൽ തന്നെയാണ് ഈ സ്റ്റോറേജിൻ്റെ നിർമ്മാണം ഇവർ ചെയ്തിട്ടുള്ളത്. മില്ലറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ധാന്യമാണ് ഇവരിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ നാട്ടിലെ റാഗി അല്ലെങ്കിൽ ചാമ എന്ന് പറയുന്ന ഒരു ധാന്യമാണിത്. ഈ ഒരു കുഞ്ഞ് സ്റ്റോറേജ് പ്ലേസ് മൊത്തം നിലത്തും അതുപോലെ തന്നെ റൂഫിലൊക്കെ ഇത് ചോളവും അതുപോലെ തന്നെ മില്ലറ്റും ഒക്കെയാണ് ഇവർ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. കാണുന്നത് ഈ കുടിലിൻ്റെ ബാത്റൂമാണ്. അതുപോലെ ഇവരുടെ സോളാർ ലൈറ്റാണ് ഈ ഇരിക്കുന്നത്. ഇതാണ് ഈ വില്ലേജിൻ്റെ ചുറ്റുപാടും പരിസരവും ഒക്കെ. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ ഗ്രാമങ്ങളുടെ ഒരു കാഴ്ച പോലെയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ആ കാണുന്നത് മരത്തിലും അതുപോലെ വേരുകളിലുമൊക്കെ കൊത്തുപണികൾ ചെയ്ത് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്ലേസാണ്. ഇവരിവിടെ ഇങ്ങനെ കൊത്തുപണികൾ ചെയ്ത് ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി അത് ലിവിങ്സ്റ്റൺ ടൗണിൽ കൊണ്ടുപോയി വിൽക്കാറാണ് പതിവ്. ഈ വില്ലേജിൽ തന്നെ ഈ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പ് കൂടിയുണ്ട്. ഒരു ഹിപ്പോട്ടാമസിനെയാണ് ആൾ കൊത്തുപണി ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആ തൂണിൽ ബിഗ് ഫൈനെ കാണാം. അതായത് ആന, പുലി, സിംഹം, കാട്ടുപോത്ത്, കാണ്ടാമൃഗം. ഇതാണ് ഇവിടുത്തെ ബിഗ് ഫൈവ്. ഇതിനുള്ളിലാണ് മുക്കുനി ചീഫിൻ്റെ കൊട്ടാരം. ലുംപാസ എന്നാണ് ആ കൊട്ടാരത്തിനെ അവർ വിളിക്കുന്നത്. ലുംബാസ എന്ന വാക്കിനർത്ഥം സിംഹത്തിൻ്റെ ഗുഹ എന്നാണ്.
ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. മുക്കിനി വില്ലേജിലെ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Yeah.